അതാണ് ഷിൻചാനെ രാവിലെ തന്നെ. അത് പിന്നെ ഫ്രാങ്ക്ലാണ്, എനിക്കൊരു മിനി KTM ബൈക്ക് വേണം ഫ്രാങ്ക്ലാണ്. മിനി ബൈക്കോ? അതെന്തിനാടാ? എനിക്കിപ്പം എനിക്ക് സൈക്കിൾ ഓട്ടാനുള്ള പ്രായമല്ലേ ആയുള്ളൂ. ഫ്രാങ്ക്ലാണ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇറങ്ങി പോവുകയെ. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മളിപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഗൈസ് ഷിൻചാൻ്റെ ഓരോ നിർബന്ധങ്ങൾ കണ്ടോ ഗൈസ്. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നമ്മൾ ഷോറൂം വരെ ഒന്ന് പോയി നമുക്ക് മിനി ഡൂക്കിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിലോട്ട് ഇങ്ങനെ പോവാം. ഗൈസ് നമുക്കാണെങ്കിൽ ഷോറൂമിൽ പോകണം. ഒരു ബൈക്ക് നമുക്ക് മേടിച്ച് നോക്കാം. നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഗൈസ് നമ്മൾ സൈക്കിളൊക്കെയാണ് ചവിട്ടുന്നത്. ഇപ്പോഴത്തെ ഓരോ പിള്ളേർ നിർബന്ധമൊക്കെ കണ്ടോ ഗൈസ്. നമുക്ക് വണ്ടി പയ്യെ വളച്ചെടുക്കാം. നമ്മൾ പയ്യെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് പയ്യെ പോയില്ലെങ്കിൽ ഗൈസ് എവിടെയെങ്കിലും ഒട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പയ്യെ ഗൈസ് നമ്മുടെ റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ റിവേഴ്സ് എടുത്ത് ഗൈസ് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ട് പോകാൻ ഇടിച്ചിടിച്ച് ഒന്നുകൂടെ കറക്കി എടുത്ത് നോക്കാം ഗൈസ്. അടിപൊളി വളവലായിരുന്നു കേട്ടോ ഗൈസ്. നേരെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ പോലീസ് കാണുകയാണെങ്കിൽ നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പം നമ്മളെ ആണെങ്കിൽ ഒരു ഷോർട്ട് കട്ടിങ് ആളെ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഗൈസിന്. കേസ് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് പോവാം. ടയർ കാണുകയാണെങ്കിൽ പോലീസ് പിടിക്കും. ഇവിടെ ഒന്നും ആരുമില്ല. എൻ്റെ മോനെ ഞാനാണെങ്കിൽ 360 ഡിഗ്രിയിലാണെങ്കിൽ കറങ്ങി നോക്കുന്നുണ്ട് പോലീസെല്ലാം ഉണ്ടോയെന്ന്. പോലീസൊന്നുമില്ല ഗൈസ്. ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ഷോറൂം എത്തിയിട്ട് കാണാം ഗൈസ്. സാർ എന്താണ് വേണ്ടുള്ളത്? സാറിന് ഇഷ്ടമുള്ള പറഞ്ഞോ. ഇത് ഇല്ല ഇവിടെ ഉണ്ട്, ബൈക്കാണെങ്കിൽ ഇവിടെ ഉള്ളു, ബാക്കിയൊന്നും ഇല്ല. ഒരു മിനി ബൈക്കാണ് എനിക്ക് വേണ്ടുള്ളത് സാർ. അത് മേളിലാണ്, അതിനേക്കാ മേളിലാണ് സാറേ. ഓക്കെ. അപ്പോൾ ഗേസ് ഇത് മിനി ബൈക്ക് KTM ആണ് ഗേസ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് എവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗേസ് നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. അയാൾ ഓടി വിടുന്നുണ്ട്. നമുക്ക് പഞ്ഞ പോവാം, അല്ലെങ്കിൽ മറിഞ്ഞടിച്ച് വീരം. അയാൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. സാർ പോയി ഇഷ്ടമുള്ള എടുത്തോ, എനിക്ക് കാല് വേദനയാണ് സാർ. ഗേസ് ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഗേസ്. അടിപൊളി ഒരു ബൈക്കിംഗ് ആണ് കേട്ടോ ഗേസ്. എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗേസ് നമുക്ക് എന്തായാലും ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന് എത്ര റേറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് നോക്കാം, മേടിക്കാം ഗേസ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരു 50,000 രൂപയൊക്കെ ഉള്ളു ഗൈസ്. അയാൾ ഇവിടെ നിൽപ്പുണ്ട്. സാറേ എനിക്ക് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് ഒക്കെ എത്രയാവും? സാർ ഇതിന് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയൊക്കെയാണ് സാറേ. സാറിനായിട്ട് ഞാൻ ഒരു 1,80,000 രൂപയ്ക്ക് തരാം. ഇതിന് എത്രയും രൂപയായി? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ ബൈക്ക് എടുക്കാമല്ലോ. ഒരു 50,000 രൂപയ്ക്ക് തരാൻ പറ്റുമോ? ഇതിനൊക്കെ 50,000 രൂപയ്ക്കൊക്കെ ഞങ്ങൾക്ക് വെറും നഷ്ടമാണ് സാറേ. സാറിന് വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഇതിനൊക്കെ 2 ലക്ഷം രൂപയെന്ന് എൻ്റെ പൊന്നോ, ഞാൻ വിലയായിട്ട് ഞെട്ടിപ്പോയി ഗൈസ്. ഇതുണ്ടെങ്കിൽ ഒരു ബൈക്ക് പുതിയത് മേടിക്കാം. ഒറിജിനൽ നീളമുള്ള ഒരെണ്ണം, മിനിയല്ല ഒറിജിനൽ ഡൂക്ക് മേടിക്കാം ഗൈസ്. ഇതിനൊക്കെ ഇത്രയും രൂപയൊക്കെ ആണെങ്കിൽ എന്തുവാണ് ഗൈസ്. അപ്പോഴത്തേക്കൊക്കെ ഇതിനെക്കാട്ട് കൊച്ചു ബൈക്കിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. അപ്പോൾ ഒരു 3 ലക്ഷമെങ്കിലും ആയിരിക്കും ഗൈസ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഷിൻചാൻ്റെ അടുത്ത് എന്താ പറയുന്നതാണെന്ന് എനിക്കൊരു ബോധവും ഇല്ല ഗൈസ്. എന്തായാലും ഗൈസ് വരുന്ന കണക്ക് വരട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് നമ്മളെ വണ്ടി എടുത്ത് അങ്ങോട്ടങ്ങ് വിടാം. നമ്മളെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അതിനു മുമ്പേ ഗൈസ് എൻ്റെ പൊന്നു ഇടിക്കാഞ്ഞത് ഭാഗ്യം. ഇടിച്ചില്ല ഗൈസ്. പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. അങ്ങോട്ട് വണ്ടി ഒന്ന് കയറിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ നൈസിന് ഗൈസ് നമ്മളെ വണ്ടികളിലൊക്കെ വളച്ചെടുത്തു ഗൈസ്. ആണെങ്കിൽ നമ്മളെ ഷിൻചാൻ്റെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ അവിടെ സ്റ്റോക്കൊന്നും വന്നിട്ടില്ലെന്ന് പറയാൻ പോവുകയാണ്. അതൊക്കെ പറഞ്ഞാൽ ഇനി അവൻ നിൽക്കത്തുള്ളൂ. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ പൈസ 2 ലക്ഷം രൂപയ്ക്കൊക്കെ ഇത് മേടിക്കുന്നത് പ്രാന്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഗൈസ് ഇത് നമുക്ക് റോബറി ചെയ്തേക്കാം. ഇത് നമുക്ക് മോഷ്ടിച്ചേക്കാം ഗൈസ്. ഈ കണക്കത്തെ വണ്ടികൾക്ക് ഇത്രയും വിലയുള്ള വണ്ടികളൊന്നും ഇനി അവിടെ വേണ്ട ഗൈസ്. നമ്മൾ ഷിൻചാന് റോബറി ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാം ഗൈസ്. അപ്പം അതിൻ്റെ ഐഡിയ അതാണ്. രാത്രിയാകുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇതിലേ പോവാം ഗൈസ്. എൻ്റെ മോനെ ഞാൻ മറ്റേല വരാഞ്ഞിട്ടുള്ളതായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പണി കിട്ടും. ഈ വീട് ഉടനെ മാറണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ജോണിന് എടുത്തേക്കുന്ന വീട് നമുക്കങ്ങ് എടുക്കാം ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഐഡിയ ഗൈസ്? നമ്മളെ വീട് അവനും കൊടുക്കാം. അപ്പം പ്രശ്നവും സോൾവ് ആവില്ല ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കാർ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടേക്കാം. ഷിൻചാനെ കാണാതിരുന്നാൽ മതി. ഷിൻചാൻ വന്ന ഉടനെ നോക്കും ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് പോകാം ഗൈസ്. എൻ്റെ മോനെ ഷിൻചാൻ വിളിക്കുന്നത്. എന്താടാ ഷിൻചാനെ? ബൈക്ക് എന്നെ സർപ്രൈസ് ഒന്നും ആക്കണ്ടേ, കാറിൽ നിന്ന് എടുത്തേ ബൈക്ക്. ഷിൻചാനെ KTM ബൈക്കിൻ്റെ സ്റ്റോക്ക് അവിടെ തീർന്നടാ.
ഗൈസ് അത് പറഞ്ഞതും ഗൈസ് അവൻ പിണങ്ങി പോയിട്ടുണ്ട്. അവൻ പിണങ്ങി പോയിട്ട് ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഫ്രഷ് ആവണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആവാം ഗൈസ്. ഗൈസ് നമുക്കന്ന് ഫസ്റ്റ് ഡ്രസ്സും തൊപ്പിയും എല്ലാം മാറ്റിയേക്കാം, ഒരു നിക്കറിട്ടാനുണ്ട്. സോ ഗൈസ് നമുക്ക് നേരെ പോയി സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്ന് ചാടി കുളിക്കാൻ ഗൈസ്. കുറേ നാളായി ഗൈസ് നമ്മൾ കുളിച്ചിട്ട്, അല്ല സോറി ഗൈസ് നമ്മൾ കുളിക്കും കുറേ ദിവസമായി ഗൈസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട്. ഗൈസ് ആരാണ്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് ഗൈസ്. അത് ആരാണ്? ഷിൻചാൻ്റെ പപ്പയല്ലേ ഗൈസ് അത് വിളിക്കുന്നത്. ഹലോ, നമുക്ക് ഓക്കെ പപ്പേ ഓക്കെ. അപ്പോൾ ഷിൻചാൻ്റെ പപ്പ വിളിച്ചിട്ട് പറയാണ് അവനൊരു മിനി ബൈക്ക് എത്രയും പെട്ടെന്ന് ഒപ്പിച്ച് കൊടുക്കാൻ. അതിനു മുമ്പ് അവൻ്റെ പപ്പയെ വിളിച്ചു ഗൈസ്. സോ ഗൈസ് നമുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഗൈസ് നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് ഗൈസ് രാത്രിയായിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ രാത്രിയും കേരളം ആയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ഡിഫൻഡറും കേരളം എടുത്തുകൊണ്ട് പോവാം ഗൈസ്. എൻ്റെ മോനെ ഷിൻചാൻ ഉറങ്ങിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷിൻചാൻ ഉറങ്ങി കാണും കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിലോട്ട് പോവാം ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ അടുത്ത് തന്നെ ആയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ജോണിൻ്റെ വീട്ടിൻ്റെ വഴിയിലൂടെ പോവാം. അത് അവിടെ ആകുമ്പോൾ വലിയ പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഗൈസ്. അവിടെ ആണെങ്കിൽ കള്ളന്മാരും കുറവായതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പെട്രോളിംഗ് ഒന്നും കാണൂല. സോ ഗൈസ് ഞാനാണെങ്കിൽ ആ വഴി പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമ്മളാ ജോണിൻ്റെ വീട്ടിൻ്റെ വഴികടെയാണ് പോകേണ്ടുള്ളത് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാത്തവരുണ്ടെങ്കിൽ പോടിച്ചെന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് വരുന്നത് കാണുക ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ഈ ജോണിൻ്റെ വീട്ടിൻ്റെ വഴിയാണ് ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ റൈറ്റിലോട്ട് കാണുകയാണ് പോകേണ്ടുള്ളത്. എൻ്റെ മോനെ ബ്രേക്കിംഗ് കണ്ടോ ഗൈസ്. സോ നമ്മളാണെങ്കിൽ നൈസിന് ഡ്രിഫ്റ്റ് അടിച്ചോണ്ട് എൻ്റെ മോനെ 2 ഡിഫൻഡറും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇഷ്ടം പോകുന്നത്. ഇവിടെ ഞാൻ പറയില്ലേ ഗൈസ് ഇവിടെ ആയിട്ട് പോലീസൊന്നും ഇല്ല, ഇവിടെ വലിയ പെട്രോളിങ് ആളുകളൊന്നും ഇല്ല. ഇവിടെ ആണെങ്കിൽ ആൾക്കാരും കൂടുതലുള്ള ഒരു സ്ഥലവും കാരണമാണ്, ബ്ലോക്ക് ഉള്ളതും കൂടുതലും ഇവിടെ ആണ് ഗൈസ്. സോ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ ഷോറൂമിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോ ഗൈസ് നമുക്കാണെങ്കിൽ നൈസിന് പോയി നമ്മളെ വണ്ടി ആളൊക്കെ എടുത്തുകൊണ്ട് വരാം ഗൈസ്. സോ ഗൈസ് ഞാനൊരു സ്നൈപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വല്ലവരുണ്ടോ നമുക്ക് സ്നൈപ്പർ വെച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് ആരൊന്നും ഇല്ല ഗൈസ്, ഇവിടെ ആരും ഇല്ല. നമുക്ക് നൈസിന് കയറി ചെല്ലാം. നമുക്ക് നേരെ ചെന്ന് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ കാർ അല്ല ഗൈസ് നമ്മളെ ബൈക്കും കാറൊക്കെ എടുത്ത് നമ്മളെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഇവിടെ ആരും ഇല്ലായിരുന്നു. നൈസിന് എന്തായാലും നല്ല സുഖമായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബൈക്കും മിനി ബൈക്കും കാറും നമ്മൾ നൈസിന് എടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് കത്തിച്ച് വിടാൻ കേട്ടോ ഗൈസ്. സോ ഗൈസ് നമ്മളെ ഈ ബൈക്കും കാറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഷിൻചാൻ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. മേടിച്ചു കൊടുക്കാനല്ല റോബറി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഗൈസ്. സോ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് പോവാം. സോ നമുക്ക് ഇതിലെ ഷോർട്ട് കട്ട് പിടിക്കാം ഗൈസ്, ഷോർട്ട് കട്ട് പിടിക്കാം. അല്ലെങ്കിൽ ഗൈസ് നമ്മളെ പോലീസ് കാണാൻ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ വന്ന വരി ഗൈസ് ഞാൻ ഞങ്ങൾ മറന്നുപോയി കേട്ടോ ഗൈസ്. ഞാൻ വേറെ വരിയാണ് കേട്ടോ ഗൈസ് നമ്മൾ കയറി വന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അവിടെ എൻ്റെ മോനെ ബ്രേക്കിംഗ് എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് ബ്രേക്കിംഗ്. കാറിൻ്റെ ഇത്ര മരം ചെയ്തിട്ട് ബ്രേക്കൊക്കെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ ഗൈസ്. അപ്പോൾ സോ ഗൈസ് ഞാനാണ് നമ്മളെ വീട്ടിൻ്റെ ഇവിടെ എത്താനുണ്ട് ഗൈസ്. കാറുകൾ എൻ്റെ മോനെ അറിയാതെ ലേറ്റ് വീണ് പോയി. കാറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അങ്ങനെ രാവിലെ കാണാനും ആയിട്ടുണ്ട്. ഷിൻചാൻ വന്നടാ. ഷിൻചാനെ എനിക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലടാ. ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലിനാ. ഷിൻചാനുള്ള ബൈക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ? ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും.